ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും കർമ്മങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന സ്വാധീനമാണ് അഥവാ മുദ്രകളാണ് കർമ്മം. നമ്മുടെ ജനനത്തിനു മുമ്പ് തന്നെ നമ്മളിൽ ഉൾച്ചേർത്തിട്ടുള്ള അറിവുകളാണ് കർമ്മം. ഈ കർമ്മമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജന്മത്തിന് കാരണമായിരിക്കുന്നത്. കർമ്മത്തിൻ്റെ അർത്ഥം ഒരു പ്രവൃത്തി എന്നാണ്. ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നർത്ഥം വരുന്ന ക്രി എന്ന സംസ്കൃത മൂലത്തിൽ നിന്നാണ് കർമ്മം എന്ന പദം വരുന്നത്. ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ദുഃഖവും ആധിയും വ്യാകുലതയും അശാന്തിയും ഉണ്ടാകുന്നു. എന്നാൽ സത്കർമ്മങ്ങൾ കൊണ്ട് സുഖവും ശാന്തിയും പരമാനന്ദവും ലഭിക്കുന്നു. പാപം എന്നാൽ ഒരു പ്രവൃത്തി മൂലം സ്വയമോ മറ്റുള്ളവർക്കോ മനസാ വാചാ കർമ്മണ വേദനയോ അസ്വസ്ഥതയോ അസന്തുഷ്ടിയോ ദുഃഖമോ ദുരിതമോ ഉണ്ടാകുകയാണെങ്കിൽ അത് പാപമായി തീരും. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇക്കാര്യത്തെക്കുറിച്ച് ധാരാളം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള ആവേശത്തിൽ നിന്ന് പ്രതിക്രിയകൾ സൃഷ്ടിക്കപ്പെടുന്നു. അത്തരം ആവേശങ്ങൾ കർമ്മബന്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കാനിടയാകുന്നു. കർമ്മങ്ങൾ 3 തരത്തിലാണുള്ളത്. 1 പ്രാരാബ്ധ കർമ്മം, 2 സഞ്ചിത കർമ്മം, 3 ആഗാമി കർമ്മം. പ്രാരാബ്ധ കർമ്മം എന്നാൽ തുടങ്ങിവെച്ചത് അഥവാ ഇപ്പോൾ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഈ കർമ്മത്തിൻ്റെ ഫലം ആരാലും മാറ്റുവാൻ സാധ്യമല്ല. ഒരുവൻ അത് അനുഭവിച്ചു തന്നെ തീർക്കണം. എന്നുവെച്ചാൽ ഈ ജന്മത്തിലെ ദോഷങ്ങളുടെ പൂർണ്ണ ഫലങ്ങൾ നാം അനുഭവിച്ചു തീർക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രാരാബ്ധ കർമ്മത്തിൽ മനുഷ്യൻ പകുതി സ്വതന്ത്രനും പകുതി ബന്ധിതനുമാണ് എന്നു പറയാം. സഞ്ചിതകർമ്മം എന്നാൽ ശേഖരിക്കപ്പെട്ടത് അഥവാ കൂട്ടിവയ്ക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. കഴിഞ്ഞ ജന്മത്തിൽ അഥവാ പൂർവ്വജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടത് എന്നാണ് അർത്ഥമാക്കുന്നത്. സഞ്ചിതകർമ്മം വാസനാരൂപത്തിൽ ഒരു സംസ്കാരമായി നമ്മളിൽ സ്ഥിതി ചെയ്യുന്നു. വാസന സൂക്ഷ്മമായ ഒരു കർമ്മമാണ്. ഈ സൂക്ഷ്മ കർമ്മവാസനയാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഈ സ്വഭാവമാണ് നമ്മുടെ പ്രവൃത്തി രൂപത്തിലും സൂക്ഷ്മരൂപത്തിലും ഒരു ഓർമ്മയായി വന്നു ചേരുന്നത്. മുൻ പരിചയമില്ലാത്ത ചിലരെ കാണുമ്പോൾ വെറുപ്പോ ദേഷ്യമോ മറ്റോ അനുഭവപ്പെടുന്നത് ഈ ഒരു ഓർമ്മയിലൂടെയാണ്. എന്നാൽ ഈ കർമ്മവാസന നമ്മുടെ പ്രവൃത്തി രൂപത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ നമുക്ക് ഒഴിവാക്കാനോ ഇല്ലാതാക്കുവാനോ കഴിയും. അതിനാണ് പ്രാർത്ഥന, സാധന, സേവ, ധ്യാനം, മറ്റുള്ളവരെ സ്നേഹിക്കുക തുടങ്ങിയവയുടെ പ്രസക്തി അത്യാവശ്യമായി വരുന്നത്. ആഗാമി കർമ്മം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് എന്നാണ് സാരം. അതായത് ഇപ്പോൾ സംഭവിക്കാത്തതും ഇനി വരാൻ പോകുന്നതുമായ ഫലത്തോടു കൂടിയ കർമ്മമാണ് ആഗാമി കർമ്മം. പ്രകൃതിയുടെ നിയമം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും എന്നുറപ്പാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നത് ഇതിന് ഉദാഹരണമാണ്. തെറ്റു ചെയ്താൽ ശിക്ഷിക്കപ്പെടും. ഓരോ കർമ്മവും സമയബന്ധിതമാണ്. ഓരോ കർമ്മത്തിൻ്റെയും പ്രതിക്രിയ വളരെ ക്ലിപ്തവുമാണ്, നിശ്ചിതമാണ്. അതൊരിക്കലും അനന്തമല്ല. കർമ്മത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന ഒരു വാസനയുണ്ട്. അതാണ് ആത്മജ്ഞാനം. പുനർജന്മത്തിന് പ്രേരകമാണ് കർമ്മം. ഓരോരുത്തരുടെയും വാസന അഥവാ സംസ്കാരം എപ്രകാരമാണോ പ്രബലമാകപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മം പിറവിയെടുക്കുക. പൂർണ്ണ പ്രേമം കൊണ്ടും അവബോധം, ആത്മജ്ഞാനം നേടുക കൊണ്ടും നമുക്ക് കർമ്മമുക്തനാകുവാൻ കഴിയും. കർമ്മമുക്തി നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. തന്മൂലം ഒന്നിന് ജന്മം എടുക്കുവാനും എടുക്കാതിരിക്കുവാനും കഴിയും. അവർ എപ്പോഴും സർവ സ്വതന്ത്രരാണ്. ഇനി കർമ്മനിയമം എന്താണ് എന്ന് നോക്കാം. ഒരു ശ്വാസമെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യൂ. ഇപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് കർമ്മനിയമവും. സദാ നമ്മെ നിലനിർത്തുന്ന പ്രപഞ്ചം എല്ലാവരുടെയും നന്മയ്ക്കും നീതിക്കുമായി ചില നിയന്ത്രണങ്ങളിലൂടെയാണ് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുത്വാകർഷണ നിയമം പോലെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണിത്. നിങ്ങൾക്ക് ഈ നിയമം അറിയുമോ ഇല്ലയോ എന്നത് ഇവിടെ വിഷയമേയല്ല. ഈ നിയമം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആർക്കും മനസ്സിലാകാവുന്നത്ര സഹജമാണ്. ഈ നിയമം ആർക്കും മുറിക്കാൻ കഴിയാത്ത ശൃംഖലയാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ നിഴലുപോലെ ആത്മാവിനെ പിന്തുടരുന്നു. അതൊരു കർമ്മഫലമായോ സംസ്കാരമായോ ചുമക്കേണ്ടി വരുന്നു.
കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലായവർ തന്നിൽ നിന്നും മോശകർമ്മങ്ങൾ ഉണ്ടാതിരിക്കുവാൻ സദാ ജാഗരൂകരായിരിക്കും. കർമ്മവും കർമ്മഫലവും. ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൽ ഓരോ ക്രിയകൾക്കും ഉണ്ടാകുന്ന തത്തുല്യമായ പ്രതിക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതേപോലെ ഏതൊരു കാര്യത്തിനും പിറകിൽ ഒരു കാരണമുണ്ടെന്ന് കോസ് ആൻഡ് ഇഫക്റ്റ് സിദ്ധാന്തത്തിലും പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഭൗതിക ലോകത്തിലെ ചലനങ്ങളെക്കുറിച്ച് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ ബോധതലത്തിൽ നടക്കുന്ന ചലനങ്ങൾക്കും ഈ നിയമം ബാധകമാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ കർമ്മവും കർമ്മഫലവും എന്താണെന്ന് ബോധ്യമാകൂ. ചുരുക്കി പറയുകയാണെങ്കിൽ, വിശ്വത്തിൽ നന്മയുടെ തരംഗങ്ങൾ പ്രസരിക്കുന്ന ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും സത്കർമ്മ ശ്രേണിയിലും ദുഃഖവും അശാന്തിയും പരത്തുന്നവ ദുഷ്കർമ്മ ശ്രേണിയിലും പെടുന്നു. സത്കർമ്മങ്ങളുടെ ആധാരം ആത്മീയ ഗുണങ്ങളും ദുഷ്കർമ്മങ്ങളുടെ ആധാരം അവഗുണങ്ങളുമാണ്. ഞാൻ ചെയ്യാത്ത ഒരു കർമ്മത്തിൻ്റെയും ഫലം ഞാൻ അനുഭവിക്കേണ്ടതായിട്ടില്ല. അതുപോലെ ഞാൻ ചെയ്തൊരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ രക്ഷപ്പെടാനും സാധിക്കില്ല. ചിലപ്പോൾ അതിന് ജന്മങ്ങൾ പിന്നിടേണ്ടി വന്നേക്കാം. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആകസ്മികമായി വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാനാകും. അവർ തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിയായി ആരുടെ നേർക്കും വിരൽ ചൂണ്ടില്ല. നമ്മൾ ചിന്തിക്കുന്ന രീതിയും വിധിയുമെല്ലാം കാൽപ്പനികമാണ്. എന്നാൽ പ്രപഞ്ചം വിധിക്കുന്ന വിധിയും അതിൻ്റെ ആധാരമായിരിക്കുന്ന നീതിയും അനശ്വരമായ കർമ്മനിയമം മനസ്സിലാക്കിയവർക്ക് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയൂ. ഭൂതകാലത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് വർത്തമാന സമയത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് പോലെ ഇപ്പോഴത്തെ എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ഭാവിയെ സ്വാധീനിക്കും, അതെൻ്റെ വിധിയായി പരിണമിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കർമ്മം നല്ലതാക്കാനുള്ള വിധി എന്താണ് എന്ന് നോക്കാം. ചിന്തയിൽ നിന്നാണ് കർമ്മം ഉടലെടുക്കുന്നത്. കർമ്മത്തെ നല്ലതാക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ അല്പം കൂടെ എളുപ്പമുള്ള കാര്യമാണ് ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നത്. ഗുണമേന്മയുള്ള ചിന്തകളുടെ ഉടമസ്ഥന് മാത്രമേ നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കൂ. ചിന്തകളിൽ ശ്രദ്ധ വയ്ക്കുന്നവനെ യോഗി എന്ന് വിളിക്കുന്നു. ഒരു രാജയോഗി ഒരു ദിവസം എനിക്കെന്ത് നേട്ടമുണ്ടായി എന്നതിലുപരി എത്ര സൽക്കർമ്മങ്ങൾ അഥവാ സച്ചിന്തകൾ സൃഷ്ടിച്ചു എന്നതിലായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇന്നുവരെ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യസനിക്കാതെ ഇനി ചെയ്യുവാനുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠാകുലരാകാതെ ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നതിൽ ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് രാജയോഗിയായി കണക്കാക്കുന്നത്. സജ്ജനങ്ങൾ സത്കർമ്മങ്ങൾ കൊണ്ട് സുഖവും ശാന്തിയും പരമാനന്ദവും, അതുവഴി കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും, അതിലുപരിയായി മോക്ഷപ്രാപ്തിയും സിദ്ധിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രതിപാദിച്ചു കാണുന്നു.